അന്ന് ശ്രദ്ധിച്ചിരുന്നു ഇരട്ടക്കൊലയുടെ വാർത്തയൊക്കെ അല്ലാതെ വരുമ്പോൾ അതൊക്കെ ചേട്ടൻ ശ്രദ്ധിച്ചു? അത് ഇവിടെ ഓടി വെളുപ്പിനെയാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഉറക്കാണ്. ഉറങ്ങി എഴുന്നേറ്റ് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് അത് കഴിഞ്ഞ് ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കിന് ഇങ്ങനെ തിരുവാതിരക്ക് ഇങ്ങനെ ഇരട്ടക്കൊല നടക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ ഓടാൻ പോകും. വൈകുന്നേരം 5-5:30 ആകുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് പോകും. ആ സമയത്തുള്ള ന്യൂസ് കാണലേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്ത് നടന്നിട്ടുള്ള ഇരട്ട കൊലപാതകം വിജയകുമാറിന്റെ മീരയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്, ആ ബംഗാളിയൊന്നും അല്ലടേ ഇതിന്റെ പിന്നിൽ എന്നാണ് നമ്മുടെ ഒരു നിഗമനം, ഒരു അസംഷനും ആയിട്ട് എനിക്ക് ഇപ്പോഴും പറയാനുള്ള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനോ നിങ്ങളോ ഒരു കൊല ചെയ്യാൻ പോയി നോക്കുക, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം പിടിക്കപ്പെടാതിരിക്കാൻ നോക്കും, അല്ലേ? അതല്ലേ നോക്കത്തുള്ളൂ. അല്ലാണ്ട് ഞാനൊരു കൊല ചെയ്യണം അല്ലെങ്കിൽ ഒരു മോഷണം ചെയ്യണം, എന്നെ എല്ലാവരും പിടിക്കപ്പെടണം, എന്നെ പിടിച്ചകത്തിടണം, എന്നെ ശിക്ഷിക്കണം, ഇതിനു വേണ്ടി നമ്മൾ ആരെങ്കിലും ഈ പരിപാടിക്ക് നിൽക്കൂ? ഇല്ല. നമ്മൾ മാക്സിമം പിടിക്കപ്പെടാതിരിക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ ഈ ബംഗാളിയായ അമിത് എന്താണ് ചെയ്തിട്ടുള്ളത്? ഉള്ള CCTVയിലെല്ലാം കയറി ഇറങ്ങി അങ്ങ് നടക്കുന്നുണ്ട്. ഞാനാണ് കൊലയാളി, ഞാനാണ് കൊന്നത്, ഞാനാണ് ഇതിന്റെ പിന്നിൽ എന്നറിയിച്ചു കൊണ്ട് നടക്കുകയാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? അവനെ പിടിക്കണം. അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ആ പരിപാടി ചെയ്തിട്ടുള്ളത്. അവൻ എന്തിനാ പിടിക്കേണ്ടത്? അവൻ കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ അവൻ കുറ്റം ചെയ്യാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് അകത്തിട്ട് ശിക്ഷ വാങ്ങാൻ വേണ്ടിയിട്ടല്ല. ആർക്കോ വേണ്ടിയിട്ട് അവൻ ഏറ്റെടുത്ത ഒരു കൊട്ടേഷൻ. ഇനി അവൻ കൊന്നിട്ടുണ്ടോ? അതിനും ചാൻസ് ഇല്ല. മറ്റാരോ ചെയ്ത കുറ്റം ഇവൻ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ റീസൺ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ആചാരബാഹുവായ ഈ വിജയകുമാറിനെ തല്ലിക്കൊല്ലാൻ ഈ പീക്കറിപ്പയലിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം. അത് ഏതാണ്ട് കറക്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് വരുന്നത്. ഇവിടെ പോലീസുകാർക്ക് കേസ് അന്വേഷിക്കാൻ വയ്യ, എന്നാൽ കഷ്ടപ്പെട്ട് യൂട്യൂബേഴ്സ് ഇതൊക്കെ ഇരുന്ന് പഠിച്ച് കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് ഇതേ അഭിപ്രായമാണ്, ഓ വാട്ട് എ ഫാന്റാസ്റ്റിക് ഇലാസ്റ്റിക് വാവ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ഇവിടെ ഈ അമിത് അല്ല ചെയ്തതെന്നാണ് നമുക്ക് നിഗമനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് CCTVയിലെല്ലാം കയറി ഇറങ്ങി നടന്നതിന്റെ ഉദ്ദേശം തന്നെ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഇവന്റെ മുന്നിലോട്ടും ഇവനിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാങ്ങിയ പൈസയ്ക്ക് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് ആര്? അമിത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു കൊലപാതകം അവൻ നടത്തിയെന്നങ്ങ് ഇരിക്കട്ടെ, നടത്തിയ സമയം മുതൽ അന്ന് അറസ്റ്റ് ചെയ്ത മുതൽ ഇന്ന് വരെ തെളിവെടുപ്പിന് വരെ അവൻ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഒരു ടീഷർട്ടാണ്. ഇത്രയും വലിയൊരു കൊല നടത്തി ഇവന്റെ ദേഹത്ത് ഒരു തുള്ളി ചോരയുണ്ടോ? ഇല്ല ഇല്ല. ഇവൻ എന്തുവാടേ മെന്റലി ബ്ലോക്ക് ചെയ്ത് അടിച്ചു വന്ന? അല്ലല്ല, തല്ലിക്കൊല്ലല്ലേ ചെയ്ത. അങ്ങനെയാണെങ്കിൽ അവന്റെ ദേഹത്ത് അല്ലെങ്കിൽ ഷർട്ടില് ചോര വരണ്ടേ? അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ എന്തുവാ ഇവിടെ സംഭവിച്ചത്? വേറെ ആരോ കൊന്നു, ഇവൻ ഏറ്റെടുത്തു ആണ് നടന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ സാറേ? ഇനി ഡോക്ടർ വിനോദ് ഭാസ്കർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഈ വിജയകുമാറിന്റെയും മീരയുടെ മകളായിട്ടുള്ള ആ ലേഡിയുടെ ഒരു സുഹൃത്താണ്, കൂടെ പഠിച്ചിട്ടുള്ള സുഹൃത്താണ്. അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യം ഇറങ്ങി നിന്ന് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും അദ്ദേഹം വേറൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഈ ടീഷർട്ടിന്റെ കേസ് തന്നെയാണ്. ഇത്രയും കൊല നടത്തിയിട്ട് അവന്റെ ദേഹത്ത് ഒരു തുള്ളി ചോര പോലും ഇല്ലെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഡൈജസ്റ്റീവ്. കേട്ട് നോക്കാം. ഒരു അജാനുബാഹുവായിട്ടുള്ള ഒരു 6 അടി അടുത്ത് പൊക്കമുള്ള 100 കിലോയ്ക്ക് മേളിൽ ഭാരമുള്ള ഒരു വ്യക്തിയെ അടിച്ചു കൊല്ലുകയും പുള്ളി അത്രയ്ക്കും തന്നെ വെയിറ്റുള്ള ഒരു 80 കിലോ 100 കിലോ തന്നെ വെയിറ്റുള്ള പുള്ളിക്കാരന്റെ ഭാര്യയും അതിക്രൂരമായിട്ട് കോടാലിയും വെച്ച് അടിച്ചു കൊല്ലുകയും ഷോപ്പിംഗ് മോൾ ഇത്രയും വലിയ മുറിവുകൾ ഉണ്ടാക്കി 2 മനുഷ്യനെ ക്രൂരമായി കൊന്ന ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ധരിച്ചിട്ടില്ല. ചെറുക്കൻ 4-ാം ദിവസം ആ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇന്ന് ഈ CCTV കണ്ടുപോയി. അതിൽ നിന്ന് അവൻ പോകുന്നത് 12 മണിക്ക് നിക്കറും ബനിയനും ഇട്ടുണ്ട്. തിരിച്ചു വരുന്നത് DVR വിളിച്ചുകൊണ്ട് വരുന്നു, നിക്കറും ബനിയനും ഇട്ടുണ്ട്. കുറച്ച് തിരക്കഥകളിൽ, അതായത് പോലീസ് തിരക്കഥകളിൽ കുറച്ച് തെറ്റ് സംഭവിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്റെ സംശയം മാത്രമാണ്, നിങ്ങളോട് ഒന്ന് പറയാനുള്ളതാണ്. സംഭവം ഇതിപ്പം വലിയൊരു കൊല നടത്താൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ പന്നിയെ തല്ലിക്കൊല്ലാൻ പോകുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് മാറും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ റാങ് ഈ കൊല നടത്താൻ പോകുമ്പോൾ ഒരു 2 പേർ ഡ്രസ്സ് എങ്കിലും എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ എടുത്തിട്ടില്ല. ആ CCTV ശ്രദ്ധിച്ചാൽ അറിയാം. അദ്ദേഹം ആ ഡ്രസ്സിലാണ് പോകുന്നത്. ആ ഡ്രസ്സിൽ തന്നെ വരുന്നു. ഇപ്പോഴും ആ ഡ്രസ്സിലാണ്. പയ്യൻ ഏതാണ് 22-ാം തീയതി നടന്ന കൊലപാതകം. ചെറുക്കൻ ഒരു ഡ്രസ്സ് പോലും കൊടുത്തില്ല. രക്തം പോലും ധരിക്കാതെയാണ് ആ പരിപാടി ചെയ്തത്. അപ്പോ ഇത് അവിടെ ചെല്ലുന്നു. അജാനുബാഹുവായിട്ടുള്ള മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഭാര്യ അടിച്ചു കൊല്ലുന്നു. ഒരു പ്രമുഖ വാർത്താ ചാനൽ ന്യൂസ് 18 അവർക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഭാരമില്ല, അതുകൊണ്ട് അടിച്ചാൽ ഇയാൾ ചാകില്ല എന്ന് വ്യക്തമാകുന്നു. വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കോടാലി എടുത്തുകൊണ്ട് അയാൾ ഈ പ്രതിയെ വെട്ടുന്നത് ശരീരത്തിൽ രക്തം ധരിക്കാതെ അകന്ന് നിന്നുകൊണ്ട്, കോടാലി കൈയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് അകന്ന് നിന്നുകൊണ്ടാണ്. തലയ്ക്ക് പിന്നിൽ ആദ്യം അടിക്കുന്നു, ചെറിയ ഞരക്കമുണ്ടാകുന്നു, പിന്നീട് വീണ്ടും അടിക്കുകയും വെട്ടുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ശബ്ദം കേട്ടാണ്, അതായത് മാറി നിന്ന് അടിച്ചു കൊല്ലുക, രക്തം ധരിക്കരുതല്ലോ, മാറി നിന്ന് അടിച്ചു കൊല്ലുക, അതുകൊണ്ട് രക്തം ധരിച്ചില്ല. അപ്പോഴും തിരക്കഥയിൽ ഒരു ചെറിയ വീഴ്ച ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറി നിന്ന് അടിച്ചു കൊല്ലണമെങ്കിൽ അദ്ദേഹം കിടന്നുറങ്ങുകയായി, അല്ലെ? 10 മിനിറ്റ് കിടന്നുറങ്ങുന്നത് ഒഡീഷ കിടന്നുറങ്ങുമ്പോൾ മാറി നിന്ന് 2 പൊട്ടിച്ച് ശരി സംഭവിക്കും.
ബോഡി കിടന്ന എവിടെയാ? ഹാളിലാണ് കിടന്നത്, സെൻട്രൽ ഹാളിലാണ്. അപ്പൊ അവിടുന്ന് വലിച്ചുകൊണ്ട് വരുമ്പോൾ രക്തം മൊത്തം അങ്ങോട്ട് വരും, ഇവിടെ വരും അല്ലെ? അത് വന്നിട്ടില്ല. അദ്ദേഹം പൂർണ്ണ നഗ്നനായിട്ട് നിൽക്കുകയാണ്. അതില്ലാത്ത പോലീസ് ഭാഷ്യം നമ്മൾ കുറച്ചുകൂടെ വിസ്തീർണമായിട്ട് ഒരു 3D ആംഗിളിൽ 4D ആംഗിൾ ചിരിക്കുകയായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരാൾ വരുന്നു, അത് തുറക്കുന്നു, വസ്ത്രമില്ലാതെ വിജയകുമാർ എന്നത് ഇങ്ങനെ നിൽക്കുന്നു. എന്താ പറയാൻ? നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ അവിടെ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് മാറി അടിക്കുക, ആ വീട്ടിൽ കൊല്ലുക, പ്രസക്തി ഇല്ലാതെ. അതാണ് പറഞ്ഞു വരുന്നത്. അതായത് വലിച്ചരച്ച് കൊണ്ടുവന്നിട്ട് പാടുന്നില്ല, പുള്ളി ബോധത്തോട് കൂടി തന്നെ ആയിരിക്കാം അവിടെ സെൻട്രൽ ഹോളിൽ വന്നിരിക്കുന്നത്. അപ്പൊ അടിച്ചു. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി പുറഞ്ഞായിരിക്കാം, അടിച്ചു, കൊന്നു. രണ്ടുപേരും ചോപ്പിംഗ് കൊണ്ട് ഭയങ്കര വിരോധമാക്കി കൊന്നു. ഈ കൊലകളൊന്നും നടത്തിയിട്ട് പ്രസ്തുത കക്ഷിയുടെ മേത്ത് ഒരു പുള്ളി ചോര പോലും വീണിട്ടില്ല. അതെ, ഇവിടെ ഡോക്ടർ വിനോദ് ഭാസ്കർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക്. ഇദ്ദേഹം പറയുന്ന കറക്റ്റാണ്. ഈ അമിത് എന്ന് പറയുന്ന ആള് തല്ലിക്കൊന്നതാണെങ്കിൽ ഉറപ്പായിട്ട് അവന്റെ ദേഹത്ത് എന്തെങ്കിലും ഒരു ബ്ലഡിന്റെ ഒരു തുള്ളിയെങ്കിലും വരണം. എന്നാൽ ആദ്യത്തെ ദിവസം മുതൽ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഡ്രസ്സ് അവൻ ഇതുവരെ മാറ്റിയിട്ടില്ല. അവന്റെ ദേഹത്ത് ഒരു തുള്ളി ചോരയില്ല. അവിടെ തന്നെ ഒരു സാധനം പൊളിയുന്നു. ഏത്? പ്ലാൻ പൊളിയുന്നു. ഇത് കൊന്നതുപോലും ഇവനല്ല, വേറെ ആരോ ആണ് കൊന്നിട്ടുള്ളത്. വേറെ ആരോ എന്നല്ല, ഏറ്റവും അടുത്തറിയാന്നുള്ള വ്യക്തികളാണ് ഈ ക്രൈം ചെയ്തിട്ടുള്ളത്. അതിന്റെ റീസണും ഞാൻ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഫോൺ ലോക്ക് തുറന്ന് ഗൂഗിൾ പേ മാറ്റുന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാസ്വേഡും കാര്യങ്ങളും അറിഞ്ഞുകൂടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് ഇപ്പൊ എന്റെ ഫോണില് സിം ഒരു വേറൊരു ഫോണിൽ ഇട്ടിട്ട് അവർ അതിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ചെയ്യണം അല്ലേ? എൻ്റെ UPI നമ്പർ, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ എൻ്റെ പാസ്വേഡും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ അറിയണം, എൻ്റെ മെയിൽ എന്തെങ്കിലുമൊക്കെ അറിയണം. അറിയാതെ ഒരിക്കലും മറ്റൊരാൾക്ക് വേറൊരു ഫോൺ എടുത്ത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും. അതിനർത്ഥം ഇത് ലോഗിൻ ചെയ്തതോ ഇതിനെപ്പറ്റി ഒന്നും ചെയ്തതോ ഇവനല്ല. ഇവൻ അതിനുള്ള ബുദ്ധിയും അവരൊന്നും ഉണ്ടെന്നും തോന്നുന്നില്ല. ഏതോ നല്ല കൂടെ നിന്ന് അടിച്ചണ്ണാക്കി കൊടുത്ത ഏതോ ടീംസാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ തന്നെ ഇവൻ പൈസ അവന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതെല്ലാം നാടകമായിട്ട് വർഷങ്ങളാൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാണ്ട് ഇത് ഒരിക്കലും ഈ നാറി ചെയ്തതൊന്നുമല്ല. ഒരു 99% ഇവനല്ല. ഇവനെ കൊണ്ട് ഇതുപോലത്തെ ബുദ്ധിപരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമാനായ ഇവനാണെങ്കിൽ ഇവൻ ഇങ്ങനെ ഈ CCTVയിലെല്ലാം തല കാണിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇത് ലോകം മൊത്തം ഓടി നടന്ന് ഓരോ CCTVയിലും അവന്റെ മുഖം കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത്രയും ബുദ്ധിമാനായ ഒരുത്തനാണെങ്കിൽ ഇവൻ എല്ലാ CCTVയിലും എന്തിനിവൻ തല കാണിച്ചു? ഇവനെ പിടിക്കപ്പെടാൻ വേണ്ടി മാത്രം. ഇവനെ പിടിക്കണം, അതാണ് ഉദ്ദേശം. അതിനർത്ഥം ഇവൻ മറ്റാരുടെ കൊട്ടേഷനെ ഏറ്റെടുത്ത് ഇവൻ ഈ കൃത്യം ഏറ്റെടുത്തു. അല്ലാതെ ഇവൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഇട്ടുകൊണ്ട് നടന്ന ഒരു ടീഷർട്ടാണ്, ആ ടീഷർട്ടിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ല. പിന്നെ എവിടെ പോയി? ഇവ അടിച്ചു വന്നപ്പോ ഏറെ കെട്ടി അടിച്ച, എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിക്കുക. ഇന്ന് നീട്ടി അടിച്ച, അതിനുശേഷം ഓളോല വലിച്ചീത്തൊഴുത്തുകൊണ്ട് വന്നെങ്കിൽ എവിടെ ഒരു തുള്ളി പോലും ആവാതെ എങ്ങനെ ഇത് ഷർട്ടിനെ ഇവൻ കീപ്പ് ചെയ്ത് ഷർട്ട് ഊരിയിട്ടിട്ട് നിന്ന് അടിച്ച് തീർത്തതിന് ശേഷം എടുത്ത് ഇട്ടോണ്ട് വന്ന എന്തുവാടേ? അതുകൊണ്ട് ഇതൊന്നും വിശ്വസിച്ച് മന്ദബുദ്ധികളെ പോലെ ഇരിക്കാൻ നമ്മൾ മലയാളികൾക്ക് പറ്റത്തില്ല. പോലീസുകാർക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യൂട്യൂബുകാർ അന്വേഷിക്കാൻ ഇറങ്ങാടെ, അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? കേസ് അന്വേഷിക്കാനൊന്നും വയ്യേ? പൈസകൾ വാങ്ങിച്ച് ഞണ്ണിക്കൊണ്ടിരിക്കാണ്ട് കേസുകൾ ഇറങ്ങി അങ്ങോട്ട് അന്വേഷിക്കാൻ നോക്ക്. എല്ലാ പോലീസുകാരെയും കുറ്റം പറയത്തില്ല കേട്ടെ. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന പോലെ ചിലവർ നടത്താറുണ്ട്, അവരെയാണ് പറഞ്ഞത്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്കേ ഫീൽ ചെയ്യത്തുള്ളൂ, അല്ലാത്തവർക്ക് ഫീൽ ചെയ്യത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ നാരയെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഇവൻ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഇവന്റെ ടീഷർട്ടിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ല? അതുകൊണ്ട് അത്യാവശ്യം ഇവൻ ഈ സാധനം ഏറ്റെടുത്തു. ഇതിന്റെ പിന്നിൽ കൂടെ നിന്ന് ആരോ കാലുകാരി ഏതോ ടീം നല്ലതായിട്ട് എണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോണൊക്കെ പോയി ഓണാക്കുന്നു. ഇത്രയും ബുദ്ധിമാനായ ഒരുത്തൻ ഇവൻ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ പണം അതും അവൻ ജോലി ചെയ്ത പൈസ കൊടുത്തില്ല, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതെന്ന് പറഞ്ഞത്. എന്ത് എത്തിക്സാണ് ഇതിലുള്ളത്? എന്നിട്ട് അവൻ ആ പൈസ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് നമ്മൾ വിഡ്ഢികളാ കേട്ടോണ്ടിരിക്കണം മലയാളികള്, ജനങ്ങള്. നമ്മൾ തിന്നുന്ന ചോറാണ്, ചാണകമല്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് നല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടിയാണ് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള. തക്കതായ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതോ കൂടെ നിന്ന സുഹൃത്താവാം, ബന്ധുക്കളാവാം, ആരുമാവാം, ബിസിനസ് പാർട്ട്നേഴ്സ് ആവാം, ആരുമാവാം, ഏതോ വലിയ കൈകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് 100%. ഈ ഫോണിന്റെ കാര്യമാണ്. അതും ഈ പ്രമുഖ ചാനലിനകത്ത് വന്നതാണ്. 3 ഫോൺ ഈ മോഷ്ടിച്ചുകൊണ്ട് പോയി. മോഷണം എന്ന് പറയാൻ പറ്റത്തില്ല. അമിത് ഒരു സൗമ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, കുചേലനായിരുന്നു. അതിന്റെ അർത്ഥം പുള്ളി പറയുന്നത് പണി ചെയ്യാത്ത ഒരു പൈസയും പുള്ളിക്ക് വേണ്ട, ഒരു പൈസ ഞാൻ മോഷ്ടിക്കത്തില്ല. കാര്യം അത്രയും പണക്കാരനായിരുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഒരു പണവട സ്വർണം പോലും, സ്വർണ്ണത്തിന്റെ വില ഇപ്പൊ എത്രയാ, 9,000 സംതിങ് ആണ് ഗ്രാമിന്, ഒരു പണവട സ്വർണം പോലും അദ്ദേഹം എടുത്തിട്ടില്ല. അപ്പോ പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് 3 ഫോൺ പോയിട്ടുണ്ട്. 3 ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഞാനൊക്കെ വീട്ടിൽ നിന്ന് പുള്ളി ഫോണൊന്നുമല്ല, നല്ല ഐഫോൺ തന്നെ ആയിരിക്കാം എടുത്തോണ്ട് പോയി. ഈ 3 ഫോൺ എടുത്തോണ്ട് പോയി. അതിനകത്ത് ഡോക്ടർ മീരയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയില്ല. ബാക്കി 2 ഫോണും സ്വിച്ച് ഓഫ് ആയി. ഇതിനോടിടയ്ക്ക് മീരയുടെ ഫോണും ഇവന്റെ കയ്യിലുണ്ടായിരുന്നു.
അപ്പൊ പോലീസിന്റെ ഭാഷ ഇങ്ങനെയാണ്, അവൻ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്തു, ഗൂഗിൾ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു, വേറെ വൈഫൈയിൽ കയറി, തലകുത്തി നിന്നു, ചാരി നിന്നു, ഇൻസ്റ്റാഗ്രാമിൽ കയറിയ സമയത്ത് പോലീസ് വല അങ്ങോട്ട് പിടിച്ചു, കൺകൂടം ഓട്ടോമാറ്റിക് പിടിച്ചു. എന്റെ ഒരു ചോദ്യം, ഈ ഡോക്ടർ മീരയുടെ ഫോൺ അവിടെ ഡെഡ് ആകാതെ ഇരിക്കുക, സ്വിച്ച് ഓഫ് ആകാതെ ഇരിക്കുക, അതുമായിട്ട് ഇവൻ പോയത്, അത് ആർക്കും ട്രേസ് ചെയ്യണ്ടേ? അപ്പൊ അവിടെയും തിരക്കഥ വിട്ടുവീഴ്ചയും തോൽവിയും സംഭവിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് അത് മീരയുടെ ഫോണ് ഇവരുടെ ഏൽപ്പിച്ചു എന്നുള്ളതിന് എന്റെ ഒരു ആശയം ഞാൻ പറഞ്ഞുതരാം. കാര്യം കൊന്ന ആൾക്കാർ ചില്ലറ ആൾക്കാരല്ല. ചതിയും വഞ്ചനയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊന്ന ആൾക്കാർക്ക് യവനെ വിശ്വാസമില്ല. അപ്പൊ യവൻ പോകുന്ന വഴി ഒന്ന് ട്രേസ് ചെയ്യാൻ, അല്ലെങ്കിൽ യവന്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഇവിടെ മാറ വരെ ഈ കൊന്ന ആൾക്കാരുണ്ട്. അവിടെ നിന്ന് ഈ ഫോൺ കൊടുത്ത് ഇവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇവൻ നാട് വിടുകയാണെങ്കിൽ എങ്ങനെയും പിടിക്കണ്ടേ? അതിനാണ് ഈ പറയുന്ന ഫോൺ കാര്യങ്ങളുമായിട്ട് ഇവന്റെ കൂടെയാണ് നടന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കേരളം വിട്ടു, എല്ലാം സ്വിച്ച് ഓഫ് ആക്കി, ഇവനാണ് വിട്ടുകയാണെങ്കിൽ ഇവനെ പിടിക്കണ്ടേ? അതുകൊണ്ട് ഇവന്റെ ഫോണും മീരയുടെ ഫോണും എല്ലാം വലിച്ചുകൊണ്ട് കൊന്ന ആൾക്കാർ തന്നെ കൂടെ ഉണ്ടായിരിക്കാം, അല്ലെ? അതെ, ഈ ഡോക്ടർ എന്നുള്ള കാര്യമാണ്. കൊന്ന ആൾക്കാരായിരിക്കണം മിക്കവാറും മീരയുടെ ഫോണും കൊടുത്തു വിട്ടിട്ടുള്ള, അതിനും ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവൻ ഈ വീട്ടിലുള്ള ഹാർഡ് ഡിസ്കും കാര്യങ്ങളാണ് നശിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ റീസൺ എന്താ? ഇവനല്ല ഈ സംഭവം ചെയ്തത്. ഇവൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഹാർഡ് ഡിസ്കും കാര്യങ്ങളും നശിപ്പിക്കത്തില്ല. കാരണം വഴിനീളമുള്ള എല്ലാ CCTVയിലും ഇവൻ വരുന്നതടക്കം, എൻട്രി അടക്കം ഇവനായിട്ട് മനഃപൂർവ്വം അവിടെ കൊണ്ട് ഇട്ടുകൊടുത്ത് കാണിച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം വീട്ടിലുള്ള മാത്രം നശിപ്പിച്ചത് ഈ സംഭവം ചെയ്തിട്ടുള്ളത് ഇവനല്ല, മറ്റാരോ ആണ് ഇത് ചെയ്തത്. ആ ചെയ്ത വ്യക്തികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ സാധനം മറച്ചു വെച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹാർഡ് ഡിസ്കും കാര്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞത്. അതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ 99% പോസിബിലിറ്റി ഉള്ള. ഇവൻ പിടിക്കപ്പെടണം, പക്ഷെ ഇത് ചെയ്ത ആൾക്കാർ രക്ഷപ്പെടണം. അതിനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്ന സമയത്ത് ചുറ്റുപാടുള്ള CCTVകളും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഏത് ചോറുണ്ടെന്നാലും അറിയാം. ഇത്രയും ബുദ്ധിമാനായ ഈ ഫോൺ അടക്കം ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫോൺ അടക്കം വെച്ചിട്ട് UPI ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ ബുദ്ധിയുള്ള ഇവന് അറിയാം ഏരിയയിലുള്ള എല്ലാ CCTVയും ചെക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ സ്ഥിതിക്ക് CCTV ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ടൈമും കാര്യങ്ങളും നോക്കുമ്പോൾ ഇവൻ അതിൽ പതിയുമെന്നും അവനറിയാം. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവൻ CCTV വെട്ടിച്ച് നടക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. മറിച്ച് ഇവൻ എന്താ ചെയ്തത്? ഇവൻ അതല്ല ചെയ്തത്. ഇവൻ നല്ല കൂളായിട്ട് എല്ലാ CCTVയിലും മനഃപൂർവ്വം മുഖം കാണിച്ചു പോവുകയും എന്നാൽ വീട്ടിലുള്ള CCTV മാത്രം മുക്കുന്നു. ഇവനെ കൊണ്ട് ആ ക്രൈം ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല, തൻ്റെ ഇടവും ഇല്ല. എന്നാൽ മറ്റൊരാൾ ചെയ്തു, അത് മറച്ചു വെച്ച് അയാളുടെ പൈസ വാങ്ങി നക്കിക്കൊണ്ട് ഇവൻ ലൈഫ് ടൈം സെറ്റിൽമെന്റ് അടിക്കുകയും അതിനുശേഷം ആ ഹാർഡ് ഡിസ്കും കാര്യങ്ങളും ഇവൻ നശിപ്പിക്കുകയും ചെയ്ത്. അതിനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്, അല്ലെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തായാലും കൂടെ നിന്ന് ഏതോ അടുത്തറിയാവുന്ന ടീംസാണ് ഈ നാറിയ പരിപാടി ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കളിച്ചത് ഒരു പക്ഷേ വേറെ ഏതോ ടീമായിരിക്കും. ഇവൻ ഫോൺ അടിച്ച് മാറ്റിക്കൊണ്ട് കയ്യിൽ കൊടുത്തുകയാണ്. ഇതായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ അന്വേഷിച്ചാൽ ഓരോന്നും മണിയായിട്ട് പുറത്തു വരും. ഇനി ഞാനൊരു CCTV ദൃശ്യമോടെ കൊടുക്കാം. ഇവൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും എന്നിട്ട് ഇവരുടെ വീട്ടിലോട്ട് പോകുന്ന അടക്കം എല്ലാം നല്ല വെണ്ടയ്ക്ക വിരിക്ക് വീട്ടിയ പോലെയാണ് CCTVയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവൻ മനഃപൂർവ്വം ഇട്ട് കൊടുക്കുകയാണ് ഇവനാണ് എന്നുള്ളത്. ഇവൻ ഇട്ട് കൊടുത്തിട്ട് അടുത്ത് നേരെ വീട്ടിലുള്ള സാധനങ്ങൾ മുക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തും. ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. ഇവൻ കറക്റ്റായിട്ട് അവിടെ വന്ന് ഇറങ്ങുന്ന അടക്കം എല്ലാം പതിയുന്നുണ്ട്. പതിയാൻ വേണ്ടി തന്നെയാണ് ഇവൻ അങ്ങനെ ഓരോ സ്ഥലങ്ങളെ നോക്കി ഇറങ്ങിയതും കയറിയതും ഒക്കെ. CCTV ഉള്ള വാക്കുകൾ നോക്കി, അല്ലെങ്കിൽ CCTV ഇല്ലാത്ത വാക്കിൽ പോയി നിന്ന് ഓട്ടോയിൽ കയറാമല്ലോ, അല്ലെങ്കിൽ ഓട്ടോ നോക്കാമായിരുന്നല്ലോ. പക്ഷെ അവൻ ചെയ്തോ? ഇല്ല. ദൈവം എന്തെങ്കിലും ഒരു തെളിവ് വയ്ക്കുമെന്ന് പറയുന്നത് പോലെ ഇവന്റെ ടീഷർട്ട് ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ല, അതൊരു തെളിവായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും തെളിവായിട്ട് മാറുന്നുണ്ട്. ഇനി ഓട്ടോക്കാരൻ ഇവനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കെ. ഇവനെ കൊണ്ടുവിട്ട ഓട്ടോക്കാരൻ സംഭവം രാത്രി ഒരു 12 ആ ടൈമിൽ വന്ന് ഈ പയ്യൻ ചോദിച്ചു തിരുവാതിക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ചാർജ് പറഞ്ഞു. ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അവൻ ഒരാളാണെങ്കിലും 3 പേരാണെങ്കിലും ഒരേ ചാർജാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവാതിക്കൽ ചെന്നു. അപ്പം ഈ വഴിക്കാണ് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ അങ്ങ് പോയത്. തിരുവാതിക്കൽ ജംഗ്ഷൻ ചെന്ന് അവിടെ ATMന്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അവിടെ വെട്ടമുള്ളൊരു സ്ഥലം അവിടെ കൊണ്ട് നിർത്തി. അവിടെ നേരെ പൈസ വന്നിട്ട് കുമരൻ റോട്ടിലൂടെ നടന്നു പോകാനുണ്ട്. ഈ പൈസ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടല്ലേ? പൈസയൊക്കെ ചോദിച്ചു, അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് കയറി പോരുന്നത്. നല്ല പെരുമാറ്റം കണ്ടിട്ട് സംശയം ഒന്നുമില്ലായിരുന്നു. കാരണം മലയാളം സംസാരിച്ചത്. പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആളുടെ വേഷം കണ്ട അന്നേരം ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാക്കറ്റയും പെരുമുട, നല്ല ബനിയൻ, അതൊക്കെ ഇട്ടത്. അതാണ് തിരിച്ചറിയാൻ പെട്ടെന്ന് സഹായിച്ചു. ആ വേഷം ശ്രദ്ധിച്ചുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുമായിരുന്നു കേട്ടോ? അകത്തുനിന്ന് ഇറങ്ങി വന്നതാണ്, റെയിൽവേയുടെ അകത്തുനിന്ന് ഇറങ്ങി വന്നത്. അവിടെ നൈറ്റ് ഓട്ടം കിടക്കുന്നത്. പിന്നെന്താ, പിന്നെ ഈ ഇവൻ ഇറങ്ങി പോയി കഴിഞ്ഞ ചേട്ടാ സ്വാഭാവികം മുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സാധാരണ ഓട്ടം പോലെ ആള് ഇറങ്ങിപ്പോയി. പുറകെ 2 വണ്ടി ഉണ്ടായിരുന്നു അങ്ങോട്ട് തിരിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിട്ട് 2 സെക്കൻഡോടെ ചവിട്ടി നിർത്തി ആ വണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ ആള് ഇവനെ കൊണ്ട് നേരെ ആ കുമര റോട്ടോടെ നടന്നു പോകുന്നുണ്ട്. ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെ ഈ സംഭവം കണ്ട് ചേട്ടൻ എന്താ തോന്നിയത്? ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? പിറ്റേ ദിവസം ഓടാൻ ചെന്നപ്പോഴത്തേക്കിന് പോലീസുകാർ വന്നിട്ട് ഇപ്പം പ്രതിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ കൊടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കണ്ട ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഗ്രൂപ്പിലോട്ട് ഫോണിലോട്ട് ഇവൻ്റെ ഫോട്ടോ വന്നപ്പോഴത്തേക്കിന്
ഞാൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ഞെട്ടലുണ്ടായത്. കാര്യം ഒരു കൊച്ചു പയ്യനാണ്, ഇങ്ങനെ ചെയ്യുമോ നമുക്കൊരു അതിശയം തന്നെയായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കറുത്ത കൈകൾ, അതായത് ഏറ്റവും വലിയ കൊമ്പത്തുള്ള കറുത്ത കൈകൾക്ക് ഒരു സ്ക്രിപ്റ്റ് നേരെ എഴുതാൻ അറിഞ്ഞുകൂടെ? എന്തു വേടേ, ഇത്രയും വലിയ വലിയ പണക്കാരായിട്ടൊക്കെ ഇരുന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് നേരെ ഉണ്ടാക്കി പ്രാബല്യത്തിൽപ്പെടുത്താൻ അറിയത്തില്ലല്ലേ? ഇതാണ് പറയുന്നത്. ബുദ്ധിയും വിവരമില്ലാത്തമാര് കളിച്ചായതുപോലെ ഇരിക്കും. അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധി വേണ്ടടേ എന്ന് ചിന്തിച്ചു നോക്കടാ. ഒരു കൊല ചെയ്യാൻ വന്നവൻ എല്ലാ CCTVയിലും കയറി ഇറങ്ങി നടന്ന ആ വഴി ഉൾപ്പെടെ അവൻ എത്തിച്ചതിന് ശേഷം അവിടുത്തെ CCTV മാത്രം അവൻ മുക്കി. അതിനർത്ഥം എന്താ? അകത്ത് കൊല നടത്തിയത് വേറെ ആൾക്കാരാ. അവരാണ് ആ CCTVയിൽ പതിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പതിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മുന്നേ ആ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ വലിച്ചൂരി എന്തൊക്കെയോ ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവനെ പോലെ ഒരു വീക്കർ പയലിന് ഒറ്റയ്ക്ക് പോയിട്ട് ആ അജാന ബാഹുവായിട്ടുള്ള അദ്ദേഹത്തെ കൊല്ലാൻ പറ്റുമെന്നും വലിച്ചീച്ചെടുത്തുകൊണ്ടിടാൻ പറ്റുമെന്നും ഒരു രീതിയിലും തോന്നുന്നില്ല. നഗ്നയായിട്ടൊക്കെ കിട്ടുന്നൊക്കെയും പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നല്ല ദുരൂഹതയുണ്ട്. ഞാൻ വേറൊരു സംഭവം ഇവിടെ കൊടുക്കാം, നമുക്കൊന്ന് നോക്കാം. അന്ന് ശ്രദ്ധിച്ചിരുന്നു ഇരട്ടക്കൊലയുടെ വാർത്തയൊക്കെ അല്ലാതെ വരുമ്പോൾ അതൊക്കെ ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നു? അത് ഇവിടെ ഓടി വെളുപ്പിനെയാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഉറക്കാണ്. ഉറങ്ങിയിട്ട് 3:30 ആകുമ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കിന് ഇങ്ങനെ തിരുവാതിരക്ക് ഇങ്ങനെ ഇരട്ടക്കൊല നടക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ ഓടാൻ പോകും. വൈകുന്നേരം 5-5:30 ആകുമ്പോൾ ഇവിടെ എന്നിട്ട് പോകും. ആ സമയത്തുള്ള ന്യൂസ് കാണലേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഇവനാണെന്നുള്ളൊരു കാരണം ഒന്നും വന്നില്ല. ഈ വൈകുന്നേരം സ്റ്റാൻഡിൽ ചെന്ന് ഇങ്ങനെ ഗ്രൂപ്പിനകത്ത് ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞെട്ടിയത്. എന്താ തോന്നുന്നത് ഇത്രയും ചെറിയൊരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ? അതാ ഒരു അതിശയമായിരുന്നു. ഇത്രയും ചെറിയൊരു പയ്യൻ ടിവിയിൽ കാണുമ്പോഴേ ഉള്ളൂ ശലം വലിപ്പമുള്ളൂ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ്. ഫോട്ടോക്കാരൻ പറയുന്നുണ്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ്. അതുപോലെ ഉള്ള CCTV മൊത്തം കയറി ഇറങ്ങി നടന്നത് ഇവനിലോട്ട് സാധനം പോകാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും സ്ക്രിപ്റ്റ് എഴുതിയവർക്ക് വളരെയധികം തെറ്റിപ്പോയി. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് മാത്രമാണ് ഇതിലിപ്പോൾ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാർക്കൊന്നും സമയമില്ല. ഇനി നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നേരെ ആൾക്കാരെ മാത്രം പിടിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ തെളിവ് സഹിതം വെച്ചിട്ടുണ്ട് സാറ് വരെ. ഇതെല്ലാം നമ്മുടെ ഒരു അസംഷൻസ് മാത്രമാണ്. നിങ്ങൾ വേണം കൂടുതൽ അന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം. ബൈ.